എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ദോശയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു മസാല ദോശയുടെ റെസിപ്പി എനിക്ക് കിട്ടുന്നത് നമ്മൾ കുറച്ച് നാൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ദോശയാണ് മൈസൂർ മസാല ദോശ. ഈ ഒരു ദോശയുടെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ മസാല ദോശയുടെ ടേസ്റ്റ് അല്ല, ആ ദോശയുടെ ബാറ്റർ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ബാറ്ററിൽ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ടുള്ള ചേരുവകൾ ചേർത്തിട്ടാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ദോശ നമുക്ക് മസാല ദോശ തന്നെ അല്ലാത്ത പ്ലെയിൻ ദോശയായിട്ടും എടുക്കാവുന്നതാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ മാവാണ് ഈ ഒരു മസാല ദോശയ്ക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഈ ദോശയ്ക്ക് വേറെ കറി ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിടണം. അപ്പോൾ തലേ ദിവസം തന്നെ അരി വെള്ളത്തിലിടുക. ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അതായത് പച്ചരി വർഗ്ഗത്തിൽപ്പെട്ട ഏതരി വേണമെങ്കിലും. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കും. അതാണ് 1 ടേബിൾ സ്പൂൺ തുവരയാണത്, അതായത് ചുവന്ന കളറിലുള്ള മസൂർ ദാലാണ് ഞാൻ ചേർത്തത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്, നമ്മുടെ ചന്നാദാൽ എന്ന് പറയും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ്, മുഴുവനെയുള്ള ഉലുവ. അപ്പോൾ ഉലുവ നമ്മുടെ ദോശമാവ് നല്ല സോഫ്റ്റ് ആക്കാനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിനി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള ചോറ് വേണം. അപ്പോൾ ഒരു 2 പിടി ചോറാണ് ഇതിലേക്ക് വേണ്ടത്. നിങ്ങളുടെ കൈ വെച്ചിട്ട് എടുക്കുമ്പോൾ 2 പിടി. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 തവണകളായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ആദ്യത്തെ ട്രിപ്പിൽ 1 തവി ചോറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവുള്ളത്. ഒരുപാട് കട്ടിയുമല്ല, ഒരുപാട് ലൂസും അല്ലാത്തൊരവസ്ഥയാണ്. ബാക്കിയുള്ള അരി കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിനി നമുക്ക് 8 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം അടച്ചിട്ട്. അപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മളതുപോലെ ചെയ്യുക. ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും എനിക്ക് കുറച്ച് മാവ് മതി ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ 2 ദിവസത്തേക്കൊക്കെ മാവ് അരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ മാറ്റി വെച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഒരുമിച്ച് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ മാവ് അത്ര ശരിയാവില്ല. അപ്പോൾ ഇനി ബാക്കി വന്ന മാവ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് നല്ല മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ദോശ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദോശയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല ദോശയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. മസാല തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ്, അതുപോലെ തന്നെ ഇതിലേക്ക് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കണം. കടലപ്പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കൂടി നമുക്ക് ചേർക്കണം, പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മസാല ദോശയാണ്, അപ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ള് മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം.
ഇനി ഇവിടെ നമ്മൾ 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് മസാലയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പൂരിക്ക് എടുക്കുന്ന കറിയായി. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. ഞാനിതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല കൂടാതെ നമുക്ക് ഇതിലേക്കൊരു ചുവന്ന കളറിലുള്ളൊരു ചട്നി വേണം. ആ ഒരു ചട്നിയുടെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചട്നിയാണിത്. അപ്പോൾ ഈ ഒരു ചട്നിയാണ് ഈ ദോശയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അത് ആദ്യം പുരട്ടിയിട്ടാണ് ദോശ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇതൊരു ഇരുമ്പിൻ്റെ കല്ലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് ചൂടായി കിടക്കുന്നതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ കല്ലിൻ്റെ ചൂടൊന്ന് ക്രമീകരിക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ദോശ പരത്താനായിട്ട് പറ്റുക. നമ്മളല്ലാതെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദോശ അങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ ഇതുപോലെ വെള്ളം തളിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓരോ തവി മാവ് വീതം ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ദോശ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പശയില്ലാത്ത അരി എപ്പോഴും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദോശരിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ എണ്ണയല്ല ചേർക്കുന്നത്, പകരം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ആണ്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെഡ് ചട്നി, അതായത് ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ഇട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ അത് കൂടി ഒന്ന് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങിൻ്റെ മസാല കൂടി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട്. നമുക്ക് വയറൊക്കെ നന്നായിട്ട് നിറയുന്നൊരു ദോശയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ദോശയുടെ ബാറ്ററിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വെറുതെ തന്നെ ദോശയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ദോശയാണ്. അപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക. അപ്പോൾ ഇതുവരെ ഈ മൈസൂർ മസാല ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്